ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഇന്ന് ഈ ഒരു ഫിഷ് ബിരിയാണിക്ക് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 6 പീസ് സീബാസ് അഥവാ നമ്മുടെ നാട്ടിൽ പറയുന്ന കാളാഞ്ചി മീനാണ്. അപ്പോൾ ഈ മീനിന് ഒരു പ്രത്യേക തരം സ്വാദാണ്. നമ്മുടെ നാട്ടിൽ നെയ്മീനൊക്കെ കിട്ടില്ലേ, നെയ്മീനെക്കാട്ടും സ്വാദാണ്. നല്ലൊരു സോഫ്റ്റ് ഫ്ലഷുള്ള മീനാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്നിവിടെ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ ഇവിടെ നന്നായി കഴുകി വൃത്തിയാക്കിയ മീൻ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് വേണം ഈ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാനായിട്ട്. അപ്പോൾ ഈ മീൻ ഫ്രൈ ചെയ്യുവാൻ വേണ്ടി ഞാനിവിടെ ഒരു 5-6 കഷ്ണം വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവ നന്നായി മിക്സിയിലിട്ടൊന്ന് പേസ്റ്റാക്കി അടിച്ചെടുക്കണം. പിന്നീട് നമ്മൾ ആ മീൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ മീനിലോട്ട് നമ്മൾ സാധാരണ മീൻ വറുക്കുന്നത് പോലെ തന്നെ കുറച്ച് മുളക് പൊടി, അതേപോലെ തന്നെ മഞ്ഞൾ, പിന്നെ കുറച്ച് മല്ലി, പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും ചേർത്ത്, പിന്നെ നമ്മൾ ആ അരച്ചു വെച്ച പേസ്റ്റും ചേർത്ത് ഇതേപോലെ കായം പുരട്ടി വെക്കണം കേട്ടോ. ഇങ്ങനെ അരമണിക്കൂറെങ്കിലും വെക്കണം. പിന്നീട് ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചു. ആ പാനിലോട്ട് ഞാനൊരു 2-3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തു. അങ്ങനെ ആ ഓയിൽ ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മുടെ മീൻ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഞാൻ ഈ മീൻ ഫ്രൈ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മീനിൻ്റെ ഓരോ സൈഡും ഒരു 5 മിനിറ്റ് വേവുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ മീൻ വറുത്തെടുക്കുന്നത്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ മീനിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല ശ്രദ്ധയോട് വേണം കേട്ടോ ഇത് നന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ മീൻ ആകെ പൊട്ടി പീസായിട്ട് പോവും. അങ്ങനെ ഓരോന്നോരോന്നായി ഞാനിവിടെ മറിച്ചിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അടുത്ത ഭാഗവും ഇതേപോലെ തന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഒരു 5 മിനിറ്റ് വേവുന്ന രീതിയിൽ വേണം നമ്മൾ ഈ മീനിനെ വറുത്തെടുക്കുവാൻ. മീൻ ജസ്റ്റ് ഒന്ന് വെന്താൽ മതി, അധികം ഡീപ്പ് ഫ്രൈ ആക്കണ്ട. അപ്പോൾ ഞാനിവിടെ എല്ലാ ഭാഗവും ഒന്ന് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഞാൻ എല്ലാ മീനും വറുത്തെടുത്തു കേട്ടോ. പിന്നെ മീനിലോട്ട് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 5-8 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 പച്ചമുളക്, 3 സവോള ചെറുതായി അരിഞ്ഞതും, പിന്നെ 2 മീഡിയം സൈസ് തക്കാളിയും, പിന്നെ കുറച്ച് കറിവേപ്പിലയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി, അധികം പേസ്റ്റ് ആക്കണ്ട. അപ്പം നമുക്ക് ആ മസാലയോട്ട് നല്ലൊരു സ്വാദ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാനിവിടെ ഒരു ക്രഷ്ഡ് പേസ്റ്റ് പോലെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ച അതേ ഓയിലിലോട്ട് തന്നെയാണ് കേട്ടോ ഞാനിവിടെ ഫിഷ് മസാല റെഡിയാക്കുവാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ ഓയിലും ഞാൻ ഇതിലോട്ട് മാറ്റിയ ശേഷം കുറച്ചുകൂടി ഓയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം സവോളയൊക്കെ ഇട്ട് വഴറ്റുമ്പോൾ കുറച്ചധികം ഓയിൽ വേണം. അങ്ങനെ ഞാനൊരു 2-3 ടേബിൾ സ്പൂണോളം കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് ആ ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാനിവിടെ സവോള ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 3 സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഈ സവോള വഴന്ന് കിട്ടുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ഫിഷ് മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ഷെയ്ഡ് ആവുന്നത് വരെ തന്നെ നമ്മൾ ഈ സവോളനെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അങ്ങനെ സവോള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉപ്പ് ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, കാരണം ഉപ്പ് കൂടിപ്പോയാൽ ഇതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് മാറും. അങ്ങനെ ഞാൻ ഉപ്പെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സവോള നന്നായിട്ട് ഒന്ന് ബ്രൗൺ കളർ ഷെയ്ഡായി വന്നു. അപ്പോൾ ഞാനിവിടെ നേരത്തെ തന്നെ ആ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മളതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി, കാരണം ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ എല്ലാം തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ അത് നന്നായിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. അങ്ങനെ ഇതൊക്കെ ഒന്ന് പച്ചമണം മാറിക്കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ബാക്കി എടുത്തു വെച്ചിരുന്ന
ആ ഒരു 2 പീസ് തക്കാളി നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞത് ആഡ് ചെയ്തിട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് ഇവിടെ. അപ്പോൾ തക്കാളിക്ക് ഇത്തിരി വേവുള്ള കാരണം നമ്മളത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ ഇനി ആഡ് ചെയ്ത് പിന്നെ ഞാൻ ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരാണ് കേട്ടോ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ചെറുനാരങ്ങയുടെ പകുതി നീര് ഒഴിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു മസാലയിലോട്ട് പുളി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്ത ശേഷം ഞാനിവിടെ ആഡ് ചെയ്തത് കുറച്ച് പൊടികളാണ്. അപ്പോൾ പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ അതിനായിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞാനിവിടെ എടുത്തത് 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും എടുത്തു. അതേപോലെ തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയും എടുത്തു. അങ്ങനെ അതെല്ലാം ഈ മസാലയിലോട്ട് ഞാൻ ആഡ് ചെയ്തു കേട്ടോ. അപ്പം മുളക് പൊടി ഞാൻ അധികം ആഡ് ചെയ്തില്ല, കാരണം പച്ചമുളക് നേരത്തെ അരച്ച് ചേർത്തിരുന്നു. പിന്നെ ഞാനിതിലോട്ട് ആഡ് ചെയ്തത് ഒരു നുള്ള് ഗരം മസാലയാണ്. ഗരം മസാല അധികം വേണ്ട കേട്ടോ, കാരണം ഇവിടെ മീനിൻ്റെ ഫ്ലേവറാണ് മുന്നിലോട്ട് നിൽക്കേണ്ടത്. അപ്പം നമ്മൾ ഗരം മസാല അധികം ഇട്ട് കൊടുത്താൽ മീനിൻ്റെ ഫ്ലേവർ മൊത്തമായിട്ട് പിന്നിലോട്ട് പോകും. അപ്പം ഞാനിവിടെ കുറച്ച് മാത്രം ഗരം മസാല ഉപയോഗിച്ചോളൂ. എന്നിട്ട് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് വഴന്നു വരുന്നപ്പോൾ ഞാനതിൻ്റെ ഉപ്പൊന്ന് നോക്കി. അപ്പോൾ എനിക്ക് ഉപ്പ് ലേശം കുറവായിരുന്നു. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഉപ്പ് എല്ലാ ഇടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എനിക്ക് മസാല കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് ചൂടുവെള്ളം ഞാനിവിടെ എടുത്തു വെച്ചിരുന്നു. ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം എടുത്തിരുന്നു. ആ ചൂടുവെള്ളം ഞാൻ ഈ ഒരു മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അതൊന്ന് ലൂസാവുന്ന രീതിയിൽ ഞാൻ ആ ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ഏകദേശം ഒരു 1/2 ഗ്ലാസോളം ചൂടുവെള്ളം ഞാനിവിടെ ആഡ് ചെയ്തു. അങ്ങനെ മസാല നല്ലൊരു കൺസിസ്റ്റൻസിയിലായി. അങ്ങനെ ഇവിടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് കുറച്ച് മല്ലിയിലയാണ്. അങ്ങനെ മല്ലിയിലയും ആഡ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ടൊന്ന് മസാല വഴന്ന് വരുമ്പോൾ നമ്മൾ ഇനി ആഡ് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ തന്നെ വറുത്ത് വെച്ച മീനായിരുന്നു. അപ്പോൾ നമ്മൾ ആ നേരത്തെ തന്നെ വറുത്ത് വെച്ച മീൻ ഓരോന്നോരോന്നായിട്ട് ഈ ഒരു മസാലക്കൂട്ടിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫിഷ് മസാലയുടെ മസാല മീനിലോട്ട് നന്നായിട്ട് പിടിക്കുവാനും അതേപോലെ മീനിൻ്റെ ഫ്ലേവർ ഈ മസാലയിലോട്ട് പിടിക്കുവാൻ വേണ്ടിയിട്ടുമാണ്. അങ്ങനെ നമ്മൾ ഈ മീനെല്ലാം ഈ മസാലയുടെ മേലെ നിരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാനിവിടെ ഇട്ട് കൊടുക്കുകയാണ് മസാലയുടെ മേലെ. അങ്ങനെ എല്ലാം വെച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു പാൻ നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 5 to 10 മിനിറ്റ് ഒന്ന് വേവിക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു വേവിൽ തന്നെ നമ്മുടെ ഈ മീനും മസാലയും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് മീൻ നന്നായിട്ടൊന്ന് വെന്ത് വരികയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ മസാല ഒന്നുകൂടി ടേസ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ മീനും നന്നായിട്ട് നിരത്തി വെച്ചിട്ട് ഇപ്പം ഞാനതൊന്ന് മൂടി വെച്ച് ഒരു 5 to 10 മിനിറ്റ് ഒന്ന് സിമ്മിലിട്ട് വേവിക്കുകയാണേ. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടുവാനാണ്. അങ്ങനെ ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കി. അപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മസാലയൊക്കെ നല്ലൊരു കാരമൽ രൂപത്തിലായിരുന്നു. അപ്പോൾ നമ്മുടെ ഫിഷ് മസാല ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്ക് ബിരിയാണി റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തത് ഒരു 4 ഗ്ലാസ് ജീരകശാല അരിയാണ്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിലോട്ട് ഞാൻ ഈ ഒരു അളവിലാണ് സ്പൈസ് എടുത്തത്. ഈ ബിരിയാണിയിലേക്ക് ആവശ്യമുള്ള വെള്ളം എങ്ങനെയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അത് ഞാനിവിടെ വീഡിയോയ്ക്ക് താഴെ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങളതൊന്ന് ചെക്ക് ചെയ്താൽ മതി. ആവശ്യത്തിനുള്ള വെള്ളം എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു. അതിനുശേഷം ഞാൻ എല്ലാ സ്പൈസസും ഇട്ടു. ഒരു ചെറിയ സവോള, അതേപോലെ തന്നെ ഒരു 2 കഷ്ണം പട്ട, പിന്നെ ഒരു 5-6 ഗ്രാമ്പു, പിന്നെ അതേപോലെ തന്നെ ഏലക്കായ, കുരുമുളക്, പെരിഞ്ജീരകം എന്നിങ്ങനെയാണ് ഞാനിവിടെ സ്പൈസസ് എടുത്തത് കേട്ടോ.
അധികം സ്പൈസസ് ഇടണ്ട, കാരണം നമുക്ക് ബിരിയാണി വേഗം മട്ടും. പിന്നെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ജീരകശാല അരിയാണ്. അപ്പോൾ അതൊന്ന് മുഴുവനായിട്ട് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ മുഴുവനായിട്ടും ആ എല്ലാ അരിയും അതിലോട്ട് ചേർത്ത് കൊടുത്തു. പിന്നീട് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്തത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലായിരുന്നു. ഈ സൺഫ്ലവർ ഓയിൽ എന്തിനാണ് ആഡ് ചെയ്തതെന്ന് വെച്ചാൽ അരി വെന്ത് വരുമ്പോൾ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാനിവിടെ ആഡ് ചെയ്തത് കുറച്ച് ഉപ്പാണ്. പാകത്തിനനുസരിച്ചുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ ഈ കുക്കറിൻ്റെ ലിഡ് അടച്ചു വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റോളെങ്കിലും ഇത് വേവിക്കാൻ വെക്കും. അങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ അരി പാകത്തിന് വെന്ത് കിട്ടും കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ തന്നെ പാകം ചെയ്ത് വെച്ച ആ ഒരു മീൻ മസാലയുണ്ടല്ലോ, അതിൽ നിന്ന് മീൻ മാത്രം നമ്മൾ വേർതിരിച്ച് വെക്കണം. അതെന്തിനാന്ന് വെച്ചാൽ പിന്നീട് ഈ മസാലയുടെ മുകളിലാണ് നമ്മൾ വേവിച്ച് വെച്ച അരി സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോഴാണ് നമ്മുടെ ബിരിയാണിയുടെ നല്ലൊരു മിക്സ് തയ്യാറാവുക. അപ്പോൾ ഞാനിവിടെ എല്ലാ മീനും ഓരോന്നോരോന്നായിട്ട് മാറ്റിയെടുത്ത് വയ്ക്കുകയാണ്. ഇതെടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, മീൻ പൊടിഞ്ഞു പോവാനുള്ള നല്ല സാധ്യതയും ഉണ്ടാവും. അങ്ങനെ ഞാൻ എല്ലാ മീനും എടുത്തു മാറ്റി വെച്ചു. പിന്നെ ഞാൻ എൻ്റെ കുക്കറിലെ അരി നോക്കിയപ്പോൾ അരി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ അരി ഞാൻ നേരത്തെ ഉണ്ടാക്കിയ മസാലയിലേക്ക് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നല്ല ചൂടുള്ള ആ അരി നമ്മളതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ എല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഞാൻ എല്ലാ അരിയും പാകത്തിനായിട്ട് മേലെ നിരത്തി കൊടുത്തു. ഇത് മസാലയുടെ മുകളിലായിട്ടാണ് കേട്ടോ അരി നിരത്തിയത്. അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ മാറ്റി വെച്ച ആ ഒരു മീൻ ഫ്രൈ ചെയ്ത് വെച്ചതുണ്ടായിരുന്നല്ലോ, അത് ഇതിൻ്റെ മീതെ വെക്കണം കേട്ടോ. ഈ മീനെല്ലാം മേലെ നിരത്തി കൊടുക്കുവാൻ കാരണം നമ്മൾ ഇടയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളതൊന്ന് മിക്സ് ആക്കുമ്പോൾ ഈ മീനെല്ലാം പൊടിഞ്ഞു പോവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് ഞാനിവിടെ മീൻ ഈ സ്പ്രെഡ് ചെയ്ത അരിയുടെ മുകളിലായിട്ട് വെക്കുന്നത്. അങ്ങനെ ഞാൻ എല്ലാ മീനും ഈ റൈസിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാം വെച്ച് കൊടുത്ത് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഞാനിത് ഇവിടെ ഒരു 5 to 10 മിനിറ്റ് ലിഡ് ഇട്ട് അടച്ചു വെച്ച് ഒന്ന് ദമ്മിടാൻ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ലിഡ് ഇട്ട് കൊടുത്തു. ഏകദേശം ഒരു 5 to 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ലിഡ് ഒന്ന് തുറന്ന് നോക്കി. ഇപ്പോൾ ബിരിയാണിയുടെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കാളാഞ്ചി ബിരിയാണി അഥവാ സീ ബാസ് ബിരിയാണി. നല്ല ടേസ്റ്റാണ്, ഇതെല്ലാവരും ട്രൈ ചെയ്യണം. നല്ല സോഫ്റ്റ് ഫ്ലഷാണ് ഈ ഫിഷിൻ്റെ മീറ്റ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ.